കേമാനിയുടെ ഭൗതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്ര ആരംഭിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. വിവരങ്ങളുമായി അനീഷ് കുമാർ കൊച്ചിയിൽ നിന്നും, കോട്ടയത്ത് കേരള കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് ജി ശ്രീജിത്തും, പാലായിലെ വസതിയിൽ നിന്നും ശ്യാമും ചേരുന്നു. ആദ്യം അനീഷിലേക്ക്. അനീഷ്, വിലാപയാത്ര തുടങ്ങാറായോ? വിവരങ്ങൾ. ഗോപി, വിലാപയാത്ര ആരംഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ അതിനുവേണ്ടി തയ്യാറാക്കിയ പ്രത്യേക KSRTC വാഹനം ലേക്ക് ഷോർ ആശുപത്രിയുടെ മുൻവശം പാർക്ക് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിക്കുന്നതിനുള്ള പ്രത്യേക ഫ്രീസർ, ഒപ്പം പുഷ്പാലങ്കൃതമായ വാഹനം എന്നിവ ക്രമീകരിച്ചിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PJ ജോസഫും ഒപ്പം മുൻ മന്ത്രി അനൂപ് ജേക്കബ് അടക്കമുള്ളവരും ഈ വാഹനത്തിലുണ്ട്. അവസാന വട്ട ക്രമീകരണങ്ങൾ അവർ വിലയിരുത്തുകയാണ്. ഏത് തരത്തിലാവണം, ഏത് ഭാഗത്ത് ഭൗതിക ശരീരം സൂക്ഷിക്കണം, ഒപ്പം ജനങ്ങൾക്ക് ഏത് സ്ഥലങ്ങളിലാണ് അന്തിമോപചാരം അർപ്പിക്കാൻ, ഏത് വഴിയിൽ കൂടെ കടന്ന് ഇതിലെ പുറത്തേക്ക് പോകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നു. ഒപ്പം ഈ അവസാന വട്ട ക്രമീകരണങ്ങൾ അവർ വിലയിരുത്തുകയാണ്. ആരൊക്കെ വാഹനത്തിൽ ഇരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളുണ്ട്. നേരത്തെ പാർട്ടി പ്രവർത്തകർ പോലീസുമായി, പാർട്ടി നേതാക്കൾ പോലീസുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇതിനുള്ള അന്തിമ രൂപം ആയിരിക്കുന്നത്. PJ ജോസഫ് അടക്കമുള്ള നേതാക്കൾ വാഹനത്തിൽ ഉണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. PJ ജോസഫ്, അനൂപ് ജേക്കബ്, തോമസ് ചാഴികാടൻ, അദ്ദേഹത്തിൻ്റെ മകൻ ജോസ് കെ മാണി എന്നിവരടക്കമുള്ളവർ ഇപ്പോൾ വാഹനത്തിൽ ഉണ്ട്. അല്പസമയത്തിനുള്ള വാഹനം അദ്ദേഹവുമായി കോട്ടയത്തേക്കുള്ള അവസാന യാത്ര ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അദ്ദേഹം ഏറെ യാത്ര ചെയ്ത ഒരു പാതയാണ് കോട്ടയത്തു നിന്നും കൊച്ചിയിലേക്കുള്ള വഴി. ഒരുപക്ഷെ കഴിഞ്ഞ മാസം ആശുപത്രിയിലേക്ക് വരുന്ന യാത്ര അതായിരിക്കും ഒരുപക്ഷെ കോട്ടയത്തു നിന്നും ഉണ്ടായ അവസാന യാത്ര. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനമാണ് ഇനി അല്പസമയത്തിനും കോട്ടയത്തേക്ക് പോകുന്നത്. KSRTC പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന വാഹനമാണ്. പുഷ്പാലങ്കൃതമായി പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന വാഹനമാണ് കോട്ടയത്തേക്ക് പോകുന്നത്. വഴിയിലുടനീളം പ്രവർത്തകർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ജനങ്ങളുടെ മുഴുവൻ ആദരവുകൾ ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം തൻ്റെ കോട്ടയത്തേക്കുള്ള അവസാന യാത്രയ്ക്ക് ഇപ്പോൾ ഒരുങ്ങുന്നത്. അല്പസമയത്തിനകം ഭൗതിക ശരീരം ആശുപത്രിയുടെ മുൻവശത്ത് പ്രത്യേക പൊതുദർശനത്തിനൊരുക്കിയ സ്ഥലത്തു നിന്നും ഈ പ്രത്യേക സജ്ജീകരിച്ചിരിക്കുന്ന വാഹനത്തിലേക്ക് ഉടൻ നീങ്ങും. രഞ്ജിത്ത്. അനീഷാണ് കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിക്ക് മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിലാപയാത്ര ആരംഭിക്കാനിരിക്കുന്നു. അത് കഴിഞ്ഞ് കോട്ടയത്തേക്കുള്ള യാത്രയാണ്. കോട്ടയത്ത് കേരള കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് ജി ശ്രീജിത്തും ചേരുന്നുണ്ട്. കൂടാതെ പാലായിലെ വസതിയിൽ നിന്ന് ശ്യാം ജയരാജും ചേരുന്നു. ശ്യാമിലേക്ക്. ശ്യാം, ഇവിടെ എറണാകുളത്തു നിന്നും വിലാപയാത്ര ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം വിലാപയാത്ര ആരംഭിക്കുമെന്ന് കരുതുന്നു. പാലയിലെ അവസ്ഥ എന്താണ്? ഞാനിപ്പോൾ ഉള്ളത് പാലായിൽ മാണിയുടെ വസതിയിലാണ്. വസതിയിൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിക്കുമ്പോൾ അത് പൊതുദർശനത്തിനായുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. വീടിന് ചുറ്റും പന്തൽ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിക്കുമ്പോൾ ആദ്യം എത്തിക്കുക ഇതുവഴി വീടിനുള്ളിലാണ് എത്തിക്കുന്നത്. വീടിനുള്ളിൽ പ്രത്യേകം സജ്ജീകരിച്ച കട്ടിലിലായിരിക്കും മൃതദേഹം കിടത്തുക. അത് നാളെ രാവിലെ 10 മണി വരെ മൃതദേഹം ആ രീതിയിലായിരിക്കും. അതിനുശേഷമാകും പുറത്തേക്ക് എടുക്കുക. പുറത്ത് വരാന്തയിലായിരിക്കും നാളെ. അതിനുശേഷം പൊതുദർശനത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, അതിൻ്റെ ഭാഗമായുള്ള പൊതുദർശനം ഉണ്ടാവുക. ഇതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കാര ശുശ്രൂഷകൾക്കായി സെൻറ്റ് തോമസ് കത്തീഡ്രലിലേക്ക് കൊണ്ടുപോകും, പാലായിലേക്ക് കൊണ്ടുപോകും. ഏതാണ്ട് 1.5 മണിക്കൂറോളം നീണ്ടുന്ന ശുശ്രൂഷ ചടങ്ങുകളുണ്ടാവും. അതിനുശേഷമാകും സെമിത്തേരിയിൽ സംസ്കരിക്കുക. രാവിലെ മുതൽ തന്നെ നിരവധി പേരാണ് അദ്ദേഹത്തിൻ്റെ പാലായിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. അവർ എത്തുകയും പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അവർ മടങ്ങിയതും. നിരവധി പേർ ഇപ്പോഴും വീടിന് ചുറ്റുമുണ്ട്. കാരണം വീടിനൊപ്പം
വീട്ടിലുണ്ട്. പാർട്ടി പ്രവർത്തകർ, ഈ പാലാക്കാർ പാർട്ടി പ്രവർത്തകർ അവരെല്ലാം ഈ വീട്ടിലുണ്ട്. അവരെല്ലാം ഇതിനുള്ള ക്രമീകരണങ്ങളിലാണ്. ഇതിനുള്ള അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിക്കുമ്പോൾ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കാണ് എല്ലാവരും ഓരോരോ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നത്. അത് ഏതാണ്ട് ഉടനെ തന്നെ പൂർത്തിയാവുകയും ചെയ്യും. ആദ്യം അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിക്കുന്നത് മരങ്ങാട്ടുപള്ളിയിലാണ്. കോട്ടയത്തെത്തിയ ശേഷം വിലാപയാത്രയായി മരങ്ങാട്ടുപള്ളിയിലേക്ക് കൊണ്ടുവരും. മരങ്ങാട്ടുപള്ളിയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അതിനുശേഷമാണ് പാല ടൗൺ ഹാളിലേക്ക് കൊണ്ടുവരിക. അത് ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടിയാവും പാല ടൗൺ ഹാളിലേക്ക് എത്തിക്കുക. പാല ടൗൺ ഹാളിൽ നിന്നും പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുവരും. വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ 6 മണിയോടുകൂടി എടുക്കും. 6 മണിയോട് കൂടിയാവും വീട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവും. കെ എം മാണിയുടെ രാഷ്ട്രീയ ചരിത്രം പാലായുടെ കൂടി ചരിത്രമാണ്. കാരണം പാല പാലാ നിയമസഭാ മണ്ഡലം എന്നു മുതൽ രൂപീകൃതമായോ അന്നു മുതൽ കെ എം മാണി പാലായുടെ പ്രതിനിധിയുമാണ്. ആദ്യം 1965 കെ എം മാണി തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ 54 വർഷം സുദീർഘമായ കാലയളവിൽ നൂറ്റാണ്ടിലധികം അദ്ദേഹം പാലായെ പ്രതിനിധീകരിച്ചു. 13 തവണയാണ് അദ്ദേഹം പാലായുടെ ജനപ്രതിനിധിയായത്. പാലായിൽ നിന്നും ജയിച്ച് നിയമസഭാ അംഗമായത്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പുകളിൽ കൂടിയും കുറഞ്ഞു വരുന്നു. എങ്കിലും അദ്ദേഹം തുടർച്ചയായ 13 തവണ തെരഞ്ഞെടുക്കപ്പെട്ടു. 13 തവണ ഇവിടെ കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിൽ നിന്നും വിലാപയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ അനീഷ് കുറിച്ചിരുന്നു. അനീഷ്, പ്രത്യേകം സജ്ജീകരിച്ച KSRTC വാഹനം, അതിലേക്ക് ഭൗതിക ശരീരം എടുത്തു വെച്ചു. എന്താണ് അവിടെ നടന്നത്? നിങ്ങൾ എല്ലാ സഹകരണവും നമ്മൾ ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾ ഇറങ്ങിയിട്ടേ ഞാൻ ഇറങ്ങുള്ളൂ. കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിൽ നിന്നും സാറിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആരംഭിക്കാൻ തുടങ്ങുകയാണ്. നൂറുകണക്കിന് പ്രവർത്തകരുടെ വികാരപരമായ മുദ്രാവാക്യം വിളികളും യാത്രാ മുറികളുമായി സാറിൻ്റെ ഭൗതിക ശരീരം ഇനി കോട്ടയത്തേക്കും പാലയിലേക്കും. രാവിലെ ഇവിടെ നിന്ന് പുറപ്പെട്ട 6 മണിയോടുകൂടിയാണ് മൃതദേഹം പാലയിലെ വീട്ടിലെത്തിക്കുക. അതിനിടയിൽ വിവിധ ഇടങ്ങളിൽ പൊതുദർശനമുണ്ട്. സംസ്കാരം നാളെയാണ്. രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രമുഖ നേതാക്കൾ മൃതദേഹത്തോട് ഒപ്പം അനുഗമിക്കുന്നുണ്ട്. അനീഷ്, ഒരു ഭാഗത്ത് മുദ്രാവാക്യം വിളികൾ, ഒരു ഭാഗത്ത് വിടവാങ്ങൽ. ഏതായാലും ബസ്സിൽ പ്രത്യേകമായി ക്രമീകരിച്ച ബസ്സിലേക്ക് നേതാക്കളും എല്ലാവരും എത്തി. വിലാപയാത്ര തുടങ്ങാറായോ? തീർച്ചയായും വിലാപയാത്ര അല്പസമയത്തിനകം ആരംഭിക്കും. വളരെ വൈകാരികമായി തന്നെയാണ് കൊച്ചിയിലെ കേരള കോൺഗ്രസ് പ്രവർത്തകർ കെ എം മാണി എന്ന തങ്ങളുടെ പ്രിയ നേതാവിന് വിട നൽകുന്നത്. നിരവധി പ്രവർത്തകരും ഒപ്പം നേതാക്കളും അടക്കമുള്ളവർ കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് അരമണിക്കൂറോളം അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിനുള്ള അവസരം കൊച്ചിയിലുള്ള ആളുകൾക്ക് ഒരുക്കിയിരുന്നു. നേരത്തെ പറഞ്ഞതനുസരിച്ച് 9:30 ശ്രീ കെ എം മാണിയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും കോട്ടയത്തേക്കുള്ള യാത്ര ആരംഭിക്കും എന്നാണ്. എന്നാൽ ഇത് സ്വാഭാവികമായി തിരക്ക് വർദ്ധിച്ചതുകൊണ്ട് തന്നെ ആ സമയക്രമം പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് 10:10 ആവുന്നു.
കൊച്ചിയിൽ നിന്നും കോട്ടയത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര ആരംഭിക്കാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ പ്രഖ്യാപിച്ച സമയക്രമങ്ങളിൽ വലിയ മാറ്റം വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വഴിനീളെ പ്രവർത്തകർ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി അവസാനം തടിച്ചുകൂടും എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ, സർക്കാർ ക്രമീകരിച്ചിരിക്കുന്ന KSRTC വാഹനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ കോട്ടയത്തേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതനുസരിച്ച് തൃപ്പൂണിത്തുറ, പൂത്തോട്ട, വൈക്കം, കടുത്തുരുത്തി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം, സമയബന്ധിതമായ സമയക്രമത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങില്ല എന്ന് ഉറപ്പാണ്. ഇതിനിടയിൽ ചെറുപട്ടണങ്ങൾ, കവലകൾ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ഒരുപക്ഷെ ആളുകൾ തടിച്ചുകൂടി KM മാണിയെ, തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. ഈ മേഖലകളൊക്കെയും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ഒരു സ്വാധീന മേഖലകളാണ്. കടുത്തുരുത്തി അടക്കമുള്ള സ്ഥലങ്ങൾ, വൈക്കം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ കൂടുതൽ ആളുകൾ ഒരുപക്ഷെ KM മാണിയെ കാണുന്നതിനായി, തങ്ങളുടെ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി കാത്തു നിൽക്കും എന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നിശ്ചിത സമയക്രമത്തിൽ ഈ യാത്ര, ഈ വിലാപയാത്ര കോട്ടയത്ത് എത്തിച്ചേരും എന്ന് നമുക്ക് കണക്കാക്കാനാവില്ല. നേരത്തെ പ്രഖ്യാപിച്ചതനുസരിച്ച് 12 മണിയോടുകൂടി തന്നെ കോട്ടയത്ത് എത്തും. അതിനുശേഷം പാർട്ടി ഓഫീസിലെ പൊതുദർശനത്തിൽ കഴിഞ്ഞ് തിരുനക്കര മൈതാനത്ത് KM മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ വരുത്തിയത്, നിർണായകമായ തീരുമാനങ്ങളെല്ലാം പ്രഖ്യാപിച്ച, പിളർപ്പുകളും വളർച്ചകളും എല്ലാം ഒരുപാട് കണ്ട കേരള കോൺഗ്രസിൻ്റെ രൂപീകരണ യോഗം നടന്ന തിരുനക്കര മൈതാനത്താവും ഏറ്റവും അധികം ആളുകൾ ഒരുപക്ഷെ ഇന്ന് KM മാണിയെ കാണാനെത്തുക. കോട്ടയം ജില്ലയിലെയും സമീപ ജില്ലകളിലെയും ആളുകൾ ഒരുപക്ഷെ ഇന്നാവും അദ്ദേഹത്തെ കാണാനെത്തുക. നമുക്കറിയാം, ഇന്നലെ മരണം സംഭവിച്ച സമയം മുതൽ പാലയിലേക്കും മറ്റുമൊക്കെ ആളുകൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഇത് എല്ലാം ഇന്ന് കോട്ടയം തിരുനക്കര മൈതാനത്ത് കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഇവിടെ നിന്നും പുറപ്പെടുന്ന ഈ വിലാപയാത്ര കോട്ടയത്ത് എത്തണമെങ്കിൽ ഏതാണ്ട് മണിക്കൂറുകൾ തന്നെ വേണ്ടിവരുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പ്രധാന നേതാക്കളാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിലുള്ളത്. വർക്കിംഗ് ചെയർമാനായ കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PJ ജോസഫുണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ ജോസ് കെ മാണിയുണ്ട്, മറ്റ് മുതിർന്ന നേതാക്കളൊക്കെ ആ വാഹനത്തിൽ ഉണ്ട്. എന്തായാലും ഇത്തരത്തിൽ വിലാപയാത്ര അല്പസമയത്തിനകം ഈ ആശുപത്രി വളപ്പിൽ നിന്നും പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്നു. അല്പസമയത്തിനകം കോട്ടയത്തേക്കുള്ള KM മാണിയുടെ അവസാന